ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് തങ്ങളുടെ ഹോം സ്റ്റേഡിയം ഏതൊക്കെയാണ് എന്നുള്ളത് കൺഫേം ചെയ്യാനുള്ള സമയം അത് ഇന്നത്തോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെയായിരുന്നു ഹോം സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ കൺഫർമേഷൻ നൽകാനുള്ള അവസാന സമയം. ഒട്ടുമിക്ക ക്ലബ്ബുകളും കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒന്നിലധികം ക്ലബ്ബുകൾ ഇപ്പോഴും ISLിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കൺഫർമേഷൻ നൽകിയിട്ടില്ല എന്നാണ് റവ സ്പോർട്സ് ഗ്ലോബൽ പങ്കുവച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ക്ലബ്ബുകൾ എന്നുള്ളത് വ്യക്തമല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് മുന്നിൽ ചില നിബന്ധനകളൊക്കെ നേരത്തെ വെക്കുകയും ചെയ്തിരുന്നു. ഒഡീഷ FC തീരുമാനം എന്തായി എന്നുള്ളതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല മറ്റൊരു റൂമർ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് 2 ക്ലബ്ബുകൾ ഇത്തവണത്തെ ISLിൽ ഇന്ത്യൻ സ്ക്വാഡിനെ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. ഒന്ന് ചെന്നൈയിൻ FC ആണ്, രണ്ടാമത്തേത് മുഹമ്മദൻ SC ആണ്. അതായത് ഈ 2 ക്ലബ്ബുകളും മിക്കവാറും ഇന്ത്യൻ സ്ക്വാഡിനെ വെച്ചുകൊണ്ടായിരിക്കും ഇത്തവണത്തെ ISL കളിക്കുക. വിദേശ താരങ്ങൾ ഇവർക്ക് ഉണ്ടായേക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ചെന്നൈയിൻ FC സൂപ്പർ കപ്പ് കളിച്ചത് ഇങ്ങനെയാണ്, ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ടായിരുന്നു അവർ കളിച്ചിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എന്താകും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ട് മാത്രം കളിക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇതിനോടകം തന്നെ 3 വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ടു കഴിഞ്ഞു. കോൾഡോ ഒബിയേറ്റോ കൂടി ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. പിന്നീട് അവശേഷിക്കുന്നത് ഡുഷാൻ ലഗാത്തോറും യുവാൻ റോഡ്രിഗസും ആയിരിക്കും. ഒരുപക്ഷെ ഈ 2 താരങ്ങളെയും ക്ലബ്ബ് കൈവിട്ടേക്കാം. കാരണം വിദേശ താരങ്ങൾ പോയി കഴിഞ്ഞാൽ സാലറിയുടെ കാര്യത്തിൽ ഒരു വലിയ ആശ്വാസം അവിടെ ലഭിക്കും. അങ്ങനെ ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ട് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിനു മുൻപ് നമുക്കറിയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ISLിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയാണ്, അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.